ഹലോ ഡിയോസ്, നമ്മളിന്നൊരു ഇൻവിസിബിൾ സിപ്പ് എങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ വെക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ചുരിദാറിൻ്റെ ബാക്കിലും ക്രോപ്പ് ടോപ്പിൻ്റെ സൈഡിൽ ബാക്കിൽ സ്കേർട്ടിൽ ഒക്കെ നമ്മളിപ്പോൾ ഇൻവിസിബിൾ സിപ്പ് ഇങ്ങനെ വെക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുക. ചുരിദാറാണെങ്കിൽ നടുവിൽ ഒരു ഓപ്പൺ കൊടുക്കണം. നല്ല തുണിയും ലൈനിങ് തുണിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. സിപ്പിൻ്റെ നല്ല വശമാണിത്. ആ ചെയിൻ വരുന്ന ഭാഗമാണ് ബാക്കിൽ വരേണ്ട വശം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയാണിത് വരേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് വരേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരണം. സിപ്പർ കാണാൻ പാടില്ല. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരേണ്ടത്. അത് നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. തുണി ആദ്യം നല്ല വശം എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വരത്തക്ക രീതിയിൽ വയ്ക്കുക. അടുത്ത തുണി അതേപോലെ തന്നെ വയ്ക്കണം. നല്ല തുണി വെച്ച ശേഷം ലൈനിങ് വയ്ക്കുക. ഇനി സിപ്പർ എടുത്തിട്ട് ഇത് ചീത്ത വശമാണ്, ഇത് നല്ല വശമാണ്. സ്ലൈഡർ വരുന്ന ആ ഭാഗമാണ് നല്ല വശം. ആ നല്ല വശം എടുത്ത ശേഷം അതെടുത്തിട്ട് അത് അകത്തേക്കൊന്ന് മടക്കുക. അകത്തേക്ക് ഒരു തവണ അകത്തേക്ക് മടക്കുക. എന്നിട്ട് ആ തുണിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിലേക്കൊരു പിന്ന് കുത്താം. പിന്ന് കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. അടുത്ത ഭാഗം ഇതുപോലെ എടുത്തിട്ട് പുറത്തോട്ട് മടക്കാതെ അകത്തേക്ക് മടക്കുക. അകത്തേക്ക് ഒരു തവണ മടക്കി തുണിയിലേക്ക് വയ്ക്കുക. രണ്ടിൻ്റെ ഇടയിലായിട്ട് വയ്ക്കുക. അവിടെ ഒരു പിന്ന് കുത്താം. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ചിങ്ങിന് വരണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാവും. നല്ല ആ തുണിയുടെ ബാക്ക് വശത്തായിരിക്കും ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ അകത്ത് വന്നോളൂ. അത് അങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൺ സൈഡ് പ്രഷർ ഫുട്ട് വേണം. ഈ വൺ സൈഡ് പ്രഷർ ഫുട്ടിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് വരുന്ന ഒരു പ്രഷർ ഫുട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് 3 ഹോൾസ് കാണും. രണ്ട് സൈഡിൽ നമുക്ക് വെക്കാനും പറ്റും. അല്ലാത്ത സ്റ്റിച്ച് ചെയ്യാൻ നടുവിലൂടെയുള്ള ഹോളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അല്പം ഒന്ന് ലൂസാക്കിയ ശേഷം സൈഡിലോട്ട് നീക്കി കൊടുത്താൽ വൺ സൈഡ് പ്രഷർ ഫുട്ടായി. നടുക്കോട്ട് വെച്ചാൽ നമ്മൾ നോർമൽ സ്റ്റിച്ചായി. ഇപ്പുറത്തോട്ട് വെച്ചാൽ അങ്ങനെയുള്ളതും ആയി. അപ്പം 3 ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നൊരു പ്രഷർ ഫുട്ടാണ്. അപ്പോൾ വൺ സൈഡിലേക്ക് നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സൂചി അതിലേക്കൂടെ ഇറങ്ങുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. സൂചി ഒന്ന് ഇടിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ പിന്ന് കുത്തിയ അതേ ഭാഗം തന്നെ പിന്നെടുത്ത് മാറ്റിയ ശേഷം അത് തയ്ച്ചെടുക്കണം. ഇനിയാണിത് എങ്ങനെയാണ് തയ്ച്ചാൽ വൃത്തിയായിട്ടിരിക്കും എന്ന് പറയാൻ പോകുന്നത്. സിപ്പിൻ്റെ ആ ഭാഗത്തുള്ള ആ ഒരു ചെയിനുണ്ട്. ആ ചെയിൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ ഒരു ഇത്തിരി സ്പേസ് ഉണ്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അത് കാണാൻ പറ്റുന്നത്. ഈ ഓപ്പൺ ചെയ്ത് നോക്കിയ ശേഷം ആ അകത്തൂടെ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതിലൂടെ സ്റ്റിച്ച് ചെയ്യണം. അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിച്ച് കാണാനും പാടില്ല. കുറച്ചുകൂടി ഇങ്ങോട്ടും നീക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ടൈറ്റായിട്ട് പിടിച്ച് അത് സ്റ്റിച്ച് ചെയ്യണം.
ഓപ്പൺ ചെയ്യാതെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് സിപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന സിപ്പ് നമുക്ക് പുറത്തുനിന്ന് ഒരു ഡ്രസ്സിൻ്റെ പുറത്തുകൂടെ കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ് വെച്ചിട്ടുണ്ടോയെന്ന് പോലും കാണത്തില്ല. ഇങ്ങനെ അടിച്ചതിന് ശേഷം ആ ലൈനിങ് പീസ് അതിൻ്റെ പുറത്ത് വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ വെച്ച പോലെ തന്നെ ലൈനിങ് പീസ് പുറത്ത് വെച്ച് അടിക്കും. ഇതുപോലെ തന്നെ മറ്റേ പീസും അടിച്ചെടുത്ത് നിവർത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. സിപ്പ് വെച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെയാണ് സിപ്പർ നന്നായിട്ട് വെക്കുന്നത്. ഇതിൻ്റെ ബാക്ക് കണ്ടാൽ നല്ല ക്ലീനായിട്ടിരിക്കും. വളരെ ഭംഗിയായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും സിപ്പ് വയ്ക്കാൻ പറ്റും. സിപ്പിൻ്റെ ആ സൈഡൊന്നും നമുക്ക് കാണാനേ പറ്റത്തില്ല. ഇങ്ങനെയാണ് സിപ്പ് നന്നായിട്ട് വയ്ക്കുന്നത്.